പ്രശംസ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഓച്ചിറയിലാണ്. ഓച്ചിറ നമ്മുടെ സത്യസായി സംഘടനയുടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, സായിഷം എന്നാണ് പേര്. ഞാൻ അതിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. മുമ്പേ നമ്മുടെ ഹൈവേയിലായിരുന്നു, നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കായംകുളം പോകുന്ന റൂട്ടിലെ ഹൈവേയിലായിരുന്നു. അപ്പോൾ ഞാൻ ആ റൂട്ട് കാണിക്കാം. ഇതിപ്പം കുറച്ചും കൂടെ ഉള്ളിലോട്ടാണ്. ഇവിടെയാണ് നമ്മൾ സായിഷം ഇപ്പം പ്രവർത്തിക്കുന്നത്. 2 മാസമായിട്ടുള്ള ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. നമുക്ക് ഇന്നത്തെ വീഡിയോയും അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മുടെ സായിഷം ഓൾഡ് ഏജ് ഹോമിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പ്രശംസ വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. വന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കൂടെ വന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് കാരണം വഴി കുറച്ചൊന്ന് കൺഫ്യൂഷനായി. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ബാക്കിലാണ് കൊണ്ടിട്ടേക്കുന്നത്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഹൈവേ റോഡിൽ നിന്ന് കുറച്ചും കൂടെ അകത്തോട്ട് ഒരു ഡിവിഷനുണ്ട്, കുറച്ച് ഉള്ളിലോട്ട് കുറച്ച് വരണം. അപ്പം പുതിയ സ്ഥലമാണ്. നേരത്തെ ഈ റോഡ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഇങ്ങോട്ടൊന്ന് മാറിയിട്ട് അപ്പം നമുക്ക് അകത്തോട്ട് പോകാം, വിശേഷങ്ങൾ കാണാം. പിന്നെ കൂടാതെ ഇന്ന് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഒഫീഷ്യൽസ് വന്നിട്ടുണ്ട് സായിഷത്ത്. അപ്പോൾ ഞാനിവിടെ സായിഷം ഷിഫ്റ്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ ഫുള്ള് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. പിന്നെ അതേപോലെ ഈ സ്കാർഫ് നേരത്തെ നിങ്ങൾ കണ്ടപ്പോൾ ഈ സ്കാർഫ് ഇല്ലായിരുന്നു. സ്കാർഫ് യൂത്തിൻ്റെ സ്കാർഫാണ്. അപ്പം നമ്മൾ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വേദം ജപിക്കുന്നുണ്ട്.
ഒപ്പം ഭജനയുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ആദ്യം നമുക്ക് വേദവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം. പുനലൂര് വഴി കൊട്ടാരക്കര വഴി കൊല്ലത്തെത്തുകയും കൊല്ലം ബീച്ചിൽ വരികയും അന്ന് ബീച്ചിൽ അവിടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗവർണറുടെ അതിഥിയായിട്ടാണ് എത്തിയത്. സംഘടനയുടെ ഒഫീഷ്യലായിട്ടായിരുന്നില്ല അന്ന് കൊല്ലം സന്ദർശിച്ചത്. അന്ന് നമ്മൾ അഷ്ടമുടി കായലിലൂടെ ഭഗവാൻ ബോട്ട് യാത്ര നടത്തുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം, അതായത് 2019 എൻ്റെ ഓർമ്മ. 2019 നമ്മുടെ ഭഗവാന്റെ ഈ ദിവ്യ വിഗ്രഹവുമായി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബോട്ട് യാത്ര നടത്തിയിരുന്നു. മുഴുവൻ ചുമതലയും വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഈ സെക്യൂരിറ്റി ഡ്യൂട്ടി കിട്ടാറുണ്ട് എല്ലാവർക്കും ടേം ബൈ ടേം. അപ്പോൾ എനിക്ക് ഒരിക്കൽ ഈ സെക്യൂരിറ്റി ഡ്യൂട്ടി കിട്ടിയപ്പോൾ എന്നെ റിലീവ് ചെയ്യേണ്ട ആൾ എത്തിയിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ വിഷമിച്ച് എത്താത്തതുണ്ടാണ്. അപ്പോൾ കുടുംബമൊക്കെ ഉണ്ട്, അവിടെ പോയി ആഹാരം കഴിക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹം ഡ്യൂട്ടി ചെയ്യുന്ന ആ സ്ഥലത്ത് മറ്റൊരാളുടെ അനുവാദത്തോടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഭജന നടക്കുകയായിരുന്നു. ഭഗവാൻ സത്യസായി ബാബയുടെ നാമത്തിലുള്ള ഒരു ഭജന നടക്കുകയായിരുന്നു. അപ്പം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. ഭജന നന്നായിട്ട് നടക്കുന്നൊരു ഭജനയായിരുന്നു. ഭജന കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് ചെന്ന് ഈ കാര്യം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ആയിക്കോട്ടെ സാർ, തമിഴിലായിരുന്നുള്ളൂ, ഒരു ലഡ്ഡു തിന്നിട്ട് പോയാൽ മതി സാർ, ഇന്നത്തെ പ്രസാദമാണ് ലഡ്ഡു. ആ പ്രസാദം, സ്വാമിയുടെ പ്രസാദം വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി എനിക്ക് നൽകിയിരുന്നു. നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. നല്ലൊരു ആംബിയൻസ് ഇരുന്ന സ്ഥലം കേട്ടോ. ഇത് നമ്മുടെ കെട്ടിടമാണ്, സായിശം കെട്ടിടമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കുറേ സ്ഥലങ്ങളാണ്.
സാഹിത്യം വൃദ്ധസദനത്തിൻ്റെ എല്ലാ മാസവും നടക്കേണ്ട പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഗവേണിംഗ് കൗൺസിലുണ്ട്. അപ്പോൾ ഗവേണിംഗ് കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അച്ഛൻ്റെ രവീന്ദ്രൻ മേനാപ്പള്ളി. പേരെന്താ? സ്ഥലം എവിടെയാ? കൊട്ടാരക്കര. അച്ഛൻ്റെ പേരെങ്ങനെ? സ്ഥലം എവിടെയാ? കൊട്ടാരക്കര. കൃഷ്ണ സാറാണ് ഇവിടുത്തെ ഓഫീസിൻ്റെ ഇൻചാർജ്. അച്ഛൻ്റെ പേരെങ്ങനെയാ? ദാമോദരൻ. വയസ്സ് 70. സ്ഥലം എവിടെ? സ്ഥലം നമുക്ക് അടുത്ത ആളെ കണ്ടിട്ട് വരാം. ചായ കുടിച്ചോ അച്ഛാ? കുടിച്ചോ? ചേട്ടന്റെ പേരും സ്ഥലവും ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. എന്റെ പേര് പുരുഷോത്തമൻ, സ്ഥലം പത്തനാപുരം. ഇത് നമ്മുടെ സമിതിയിലുള്ള അഞ്ചൽ സമിതിയിൽ നിന്ന് വന്നതാണ്. അഞ്ചൽ. ഓ, എണ്ണപ്പനയുടെ കേന്ദ്രം. ഏലൂർ. അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ ഭാഷകളും അറിയാം. പിന്നെ പ്രൂഫ് റീഡർ ആയിരുന്നു. അങ്ങനെ അധ്യാപകനായിരുന്നു. ഇപ്പം എത്ര വർഷമായി? ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? 3 വർഷം കഴിഞ്ഞു. കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഇപ്പോൾ ഉള്ളൊരു ബാക്കിയുള്ളതൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചേട്ടന്റെ പേരും പേര് ശിവശങ്കരപ്പിള്ള. സ്ഥലം എവിടെ അച്ഛാ? ആലപ്പുഴ. ഇപ്പൊ ഈ ഇടയ്ക്കല്ലേ? ഞങ്ങൾ അന്ന് വരുന്ന സമയത്ത് ഇവിടെ അച്ഛനായിരുന്നു ഇവിടെ അന്ന് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഹൈവേയിലായിരുന്നു നമ്മുടെ സാഹിത്യം പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. എന്തോ 2 മാസമായി. ആ സമയത്തൊക്കെ അവിടെ നമ്മുടെ ഒപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നൊരു ഒപ്പനായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ അമ്മമാരാണ്. ആലപ്പുഴ. അമ്മയുടെ പേരോ?
ആ സ്ഥലം എവിടെ അമ്മ? എന്ത് ആ അമ്മ കിടക്കുക, എന്നാൽ കിടന്നോട്ടെ. ഇവിടെ അമ്മ സുഖമായിട്ട് ഉറക്കുക കേട്ടോ, അതുകൊണ്ട് അമ്മ പിന്നെ നമുക്ക് പരിചയപ്പെടാം. എന്തുമ്മ? ലക്ഷ്മിക്കുട്ടി അമ്മ. ആ സ്ഥലം എവിടെയാ അമ്മ? കുന്നത്തൂരാ. ആ സാരാ പേരെന്നാ? പേരെന്നമ്മ? ആ പേര് രാജമ്മ. രാജമ്മ. തമിഴ് തന്നെ പേര്. അമ്മയുടെ പേരൊക്കെ പറഞ്ഞോ. അമ്മയുടെ പേര്? എൻ്റെ പേര് സുമതി. ആ സ്ഥലം എവിടെ അമ്മ? സ്ഥലം സ്ഥലം ആ ഞാൻ മരുന്ന് കുളങ്ങര. മരുന്ന്. മരുന്ന് കുളങ്ങര. ചന്ദ്രിക. ആ ഹാ സ്ഥലമാണോ അമ്മ? നെടുങ്ങോലം പരവും. ആ ഹാ അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് ഈ ഷുഗർ കൂടി. ഓഹോ. പിന്നെ അതുകൂടെ അപ്പം കാലിനും കൈക്കും ഒക്കെ പിന്നെ പെരുപ്പും വേദനയും എഴുന്നേറ്റിരിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ഏകദേശം ഒക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇപ്പം കാലൊക്കെ അനക്കാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ നമുക്ക് സാഹിത്യത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഒരു ബ്രീഫിങ് നമുക്ക് രാജുവേട്ടൻ തരും. രാജുവേട്ടൻ നമുക്ക് നേരത്തെ വീഡിയോയിലൊക്കെ കണ്ട് പരിചയമുണ്ട്. ഡിസ്ട്രിക്ട് പ്രസിഡൻ്റാണ് കൊല്ലത്ത്. അതേപോലെ തന്നെ സാഹിത്യത്തിൻ്റെ ഒരു മെയിൻ കൺവീനറും കൂടാണ്. അപ്പം അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സായിരാം. സായിശം ഓൾഡ് ഏജ് ഹോം കൊല്ലം ജില്ലയിലെ ദീനജനോദ്ധാരണ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഓച്ചിറയ്ക്ക് സമീപം വലിയകുളങ്ങരയിലാണ് സായിശം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ 18 ഇൻമേറ്റ്സ് ഉണ്ട്. അവർക്കെല്ലാം പൂർണ്ണമായും അവരുടെ സ്വന്തം വീടുകളിൽ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലുമാണ് അവരിവിടെ കഴിയുന്നത്. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടി അവർ തന്നെ പൂപിച്ച് മാലകെട്ടി ഭഗവാനിട്ട് ഒക്കെ ഒരു നല്ലൊരു ആശ്രമ അന്തരീക്ഷത്തിലാണ് ഇവിടെയുള്ള അന്തേവാസികൾ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ എല്ലാ മാസവും 2 പ്രാവശ്യമെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. പിന്നെ 1 തൊട്ടുള്ള ദിവസങ്ങളിൽ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള 2-3 പേരുണ്ട്. അവരെയൊക്കെ ഇതേപോലെ ഡൈപ്പറൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലെ ഒരംഗം കിടക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് എയർബെഡിൽ വരെ ഇവിടെ കിടക്കുന്നവരുണ്ട്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായിട്ട് പോകുന്നു. സായിശത്തെ സംബന്ധിച്ച് ഇവിടെ 8 പേരടങ്ങുന്ന ഒരു ഗവേണിംഗ് കൗൺസിലുണ്ട്. 8 അംഗങ്ങളുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റിയുണ്ട്. ഇത്രയും അംഗങ്ങൾ ചേർന്നിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതിനുവേണ്ട ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നത് സായിശത്തിലെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് അതിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. ഇത്ര ഭംഗിയായിട്ട് ഭഗവാന്റെ കൃപയാൽ നടന്നു പോകുന്ന ഒരു ഓൾഡ് ഏജ് ഹോമാണ് സായിശം. ഇവിടെ എല്ലാവരും ഈ പ്രദേശങ്ങളിൽ എല്ലാവരും പറയാറുള്ളത് സത്യസായി ബാബയ്ക്ക് ഒരു ആശ്രമമുണ്ട്, അവിടെ കുറേ അന്തേവാസികളുണ്ട്, അവരെയൊക്കെ നിങ്ങൾ പോയി കാണേണ്ടതാണ്. സ്വന്തം അമ്മമാരെയൊക്കെ വീട്ടിൽ നോക്കുന്നതിനേക്കാട്ടിൽ എത്ര ഭംഗിയായിട്ട് അവരെ സംരക്ഷിക്കുന്നു നോക്കുന്നു ഒക്കെ
കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ധാരാളം ആൾക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ നോൺ ഡിവോട്ടീസ് ആയിട്ടുള്ളവരാണ് ഇവിടെ വരാറുള്ളത്, ഇവിടെ അവരെ സന്തോഷിപ്പിക്കാറുള്ളത്, നമ്മളെ സംഘടനയിലുള്ളവർ കൂടാതെ. അപ്പോൾ ഇത്രയും നോൺ ഡിവോട്ടീസ് ആയിട്ടുള്ള അവർ ഇവിടെ വന്ന് അവരുടെ ജന്മദിനങ്ങളും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ അന്തേവാസികളോടൊപ്പമാണ് അവർ ആഘോഷിക്കാറുള്ളത്. അങ്ങനെ ധാരാളം ചടങ്ങുകൾ ഇവിടെ നടക്കാറുണ്ട്. ഒരു മാസം എങ്ങനെയെങ്കിലും 60-ഓളം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുട്ടികളെത്താറുണ്ട്. ഈ അമ്മമാരുടെ അച്ഛന്മാരോടൊപ്പം അവരെ പരസ്പരം അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു മോട്ടിവേഷൻ സെൻറ്റർ ആയിട്ട് കൂടിയാണ് സായിശം പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ കോളേജുകളിൽ നിന്ന് വരാറുണ്ട് കുട്ടികൾ. അപ്പോൾ അവരുമൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ വന്നവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും അവർ ഇവിടെ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഇൻമേറ്റ്സ് വിശദീകരിക്കുമ്പോൾ അവരൊക്കെ കുട്ടികളൊക്കെ ഇരുന്ന് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ആ കുട്ടികൾ തന്നെ പറയും, ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഒന്നും ഇതേപോലൊരു ഒരു ഒറ്റയ്ക്ക് ഇതേപോലൊരു സാഹചര്യത്തിൽ ഞങ്ങൾ വിടത്തില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സെൻറ്റർ കൂടിയാണ് സായിശം. അങ്ങനെ ഒരു വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ കൃപയാൽ സായിശം പോകുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ട്, എല്ലാ സമിതി അംഗങ്ങളുടെയും സഹായങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സായിശം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു. സായിരാം. നമ്മളിപ്പോൾ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടത്ത് വെച്ച് നമ്മൾ നടത്താറുണ്ട്. അതേപോലെ ഹോട്ടൽസ്, അതേപോലെ റിസോർട്ട്സിലൊക്കെ വെച്ച് നടത്താറുണ്ട്. നമ്മൾ ഈ നടത്തുന്ന പ്രോഗ്രാംസ് ഒന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ സാഹിത്യത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് ഈ ഒത്തുചേർന്ന് നമ്മൾ ആ പരിപാടി നടത്തുവാണെങ്കിൽ അവർക്ക് എന്തുമാത്രം സന്തോഷമാവുമെന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുടെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. ടാറ്റ കാണിക്കുന്നുണ്ടോ?